നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ടശങ്കടവ് പാലത്തിലെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദുരിതമായി. നാട്ടിക MLA-യുടെ ജനവഞ്ചനയ്ക്കെതിരെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ കുറ്റവിചാരണ യാത്ര അന്തിക്കാട് സെന്ററിൽ സമാപിച്ചു. വള്ളൂർ ആലുംതാഴം മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കണ്ടശങ്കടവ് പാലത്തിലെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദുരിതമായി. പാലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള റോഡാണ് താഴുന്നത്. റോഡ് ഒരടിയോളം ഇരുന്ന നിലയിലാണ്. ഇതോടെ വാഹനങ്ങൾ പാലത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും ബുദ്ധിമുട്ടാകുന്നു. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വരുന്ന ചെറിയ വാഹനങ്ങൾ വേഗത കുറച്ച് പാലത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ വലിയ വാഹനങ്ങൾ പുറകിൽ ഇടിക്കുവാനും ഇടയാകുന്നുണ്ട്. വാഹനങ്ങൾ വേഗത കുറച്ച് ഇറങ്ങുന്നതിനാൽ തിരക്ക് സമയങ്ങളിൽ പാലത്തിൽ ഗതാഗത കുരുക്കും ഉണ്ട്. ബൈക്കുകളും ഓട്ടോറിക്ഷകളും മറിഞ്ഞ സംഭവങ്ങളും ഉണ്ട്. ദിവസേന 80ഓളം സ്വകാര്യ യാത്രാ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്നു. റോഡ് താഴ്ന്നത് മൂലം വാഹനങ്ങൾക്ക് പാലത്തിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. വാഹനങ്ങളുടെ ലീഫ്, ടയർ അടക്കമുള്ള ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന മൂലം വാഹനങ്ങൾക്ക് വലിയ അറ്റകുറ്റപ്പണികൾ വരുന്നുണ്ട്. യാത്രക്കാർക്ക് പലപ്പോഴും സീറ്റിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കുകൾ സംഭവിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേക്കുറിച്ച് മുൻപും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തര നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കാഞ്ഞാണി ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ ചാവക്കാട് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. പുത്തൻപീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനോത്സവവും കളമെഴുത്ത് പാട്ടും ആഘോഷിച്ചു. രാവിലെ ശീവേലി, പറനിറയ്ക്കൽ, തിരുവാതിരക്കളി, പ്രസാദോട്ട്, വൈകിട്ട് പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ അണിനിരന്ന നടപ്പുരമേളവും കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തി. കൊമ്പൻ ചിരോത്ത് രാജീവ് ദേവിയുടെ തിടമ്പേറ്റി. കാരുമാത്ര വിജയ് ശാന്തി മുഖ്യ കാർമ്മികനായി. പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി ശ്രീദേവി മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് TG സുരേന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് വന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മറ്റു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു കൂട്ടാലയും കാർമ്മികത്വം വഹിച്ചു.
മഹാഗണപതി ഹോമം, പാലും നൂറും, വിശേഷൽ പൂജകൾ, കലശാഭിഷേകം, കളഭച്ചാർത്ത്, ലക്ഷാർച്ചന എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. LDF, UDF മുന്നണികളുടെ കൂട്ടുകച്ചവടത്തിനെതിരെയും MLAയുടെ ജനവഞ്ചനയ്ക്കെതിരെയും നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം അന്തിക്കാട് സെന്ററിൽ ചേർന്നു. സമാപന പൊതുയോഗം BJP മേഖലാ സെക്രട്ടറി പ്രിൻഡു മഹാദേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഷൈൻ നെടിയിരിപ്പിൽ BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി EP ജാൻസി, ഹരീഷ് മാസ്റ്റർ, ഉദയ വേണുഗോപാൽ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ്, ജോഷി ബ്ലാങ്ങാട്ട്, നിഷ പ്രവീൺ, മണ്ഡലം പ്രഭാരി സുധീഷ് മേനോത്ത് പറമ്പിൽ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CG പ്രസാദ്, കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലൻ വാലപ്പറമ്പിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായ ബിജു അണ്ടേഴത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഗിരിജൻ മഠത്തിൽ, ഷൈജൻ പള്ളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോകുൽ കരിപ്പിള്ളി നന്ദി പറഞ്ഞു. മനസ്സിലായിക്കൂടെ? നിങ്ങൾ നോക്കണം, BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഒരു യാത്ര നയിക്കേണ്ടി വന്നു ഇവിടത്തെ ലൈറ്റുകൾ കത്തിക്കാൻ എന്ന് പറയുമ്പോൾ എത്ര ഗതികെട്ടവനാണ് ഇവിടത്തെ MLA എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നോക്കുക, അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് നൽകേണ്ട വൈദ്യുതി, വെള്ളം, വീട് അതുപോലും നൽകാൻ സാധിക്കാതെ വീണ്ടും വികസന ജാഥ. ഇപ്പൊ ഞാൻ നോക്കുക, എന്റെ തൊട്ട് മുമ്പിലൊക്കെ വികസന സന്ദേശ ജാഥയുടെ പോസ്റ്ററാണ് കാണുന്നത്. അപ്പൊ എന്ത് വികസനമാണ് മിസ്റ്റർ MLA? ഭരണമുള്ള കക്ഷിയുടെ MLA ആണ്. എന്ത് വികസനമാണ് നിങ്ങൾ ഈ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടത്തിയതെന്ന് ജനങ്ങളോട് പറയേ. ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ 15 വർഷത്തെ ഇവിടത്തെ MLA-മാരുടെ വികസനം പരിശോധിക്കുന്ന സമയത്ത് 1000 കോടി രൂപയുടെ വികസനം ലാപ്സാക്കിയ ആളുകളാണ് ഇപ്പോൾ വികസനത്തെ കുറിച്ച് പറയുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം സമാപിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ സമ്മേളന യോഗം KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് P ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TS വിശാലാക്ഷി, ട്രഷറർ T ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ TK രാധാമണി, MP അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ബാലകൃഷ്ണൻ കൊച്ചത്ത്, U നാരായണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമളാദേവി ടീച്ചർ, മേഴ്സി പോൾ, TK പീതാംബരൻ, K ശ്യാമളാദേവി, മണലൂർ യൂണിറ്റ് സെക്രട്ടറി NO ആനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വളരെ കാലങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക DR, കുടിശ്ശിക എന്ന് പറയാൻ പറ്റില്ല, അനുവദിക്കപ്പെടാത്ത DR അതിപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. 3% ഈ മാസവും മറ്റത് അടുത്ത മാസവും 10% വാങ്ങാനുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ ഉത്തരവിൽ പെൻഷൻ പരിഷ്കരണം പറഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ അതുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്.
പരിഷ്കരണം മാത്രം, ശമ്പള പരിഷ്കരണം മാത്രമാണ് ഇപ്പോൾ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ചെറിയ ഒരു ഉത്തരവാണ്. ഏതായാലും അതിൽ ഭയപ്പെടാനില്ല. ഞാൻ ജനറൽ സെക്രട്ടറിയുമായി തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് അത് പലപ്പോഴും അങ്ങനെയാണ് വരാറ്, പിന്നീട് വരുമ്പോഴാണ് അത് ഉൾപ്പെടുത്താറ്. അഥവാ ടേംസ് ഓഫ് റെഫറൻസിൽ അത് വരുന്നില്ല എങ്കിൽ നമുക്ക് അപ്പം ഇടപെട്ട് അത് മേടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. മന്ത്രിയുടെ പ്രസ്താവനയിലും പത്രപ്രസ്താവനയിലും ഒക്കെ അത് ഉണ്ടായിരുന്നു. ഈ ഉത്തരവിൽ മാത്രമേ അത് വരാത്തതുള്ളൂ. അത് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം നമ്മുടെ കാത്തിരിപ്പിന് ഉണ്ടായിരിക്കുകയാണ്. മുഴുവനായിട്ടില്ല. ഈ ശമ്പള പെൻഷൻ പരിഷ്കരണം 3 മാസത്തെ കാലാവധി വെച്ചിട്ടാണ് കമ്മീഷനെ വെച്ചിട്ടുള്ളത്. തളിക്കുളം തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, ശീവേലി എന്നിവ നടന്നു. വൈകിട്ട് ഗജവീരന്മാരായ ചിറക്കൽ ഗണേശൻ, ചിറക്കൽ ശബരിനാഥ്, ചിറക്കൽ പത്മനാഭൻ എന്നിവയുടെ അകമ്പടിയോടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധന, നാദസ്വര കച്ചേരി, തുടർന്ന് വർണ്ണമഴ, ദേവാനന്ദമേളങ്ങൾ, തായമ്പക എന്നിവ നടന്നു. തുടർന്ന് നമ്പിക്കടവ് ശ്രീ വേദവ്യാസ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കളത്തൂർ ബ്രദേഴ്സിന്റെ നാദസ്വരവും രൗദ്രം പൂക്കാവടികളും ക്ഷേത്രാങ്കണത്തിൽ എത്തി ഉത്സവാഘോഷത്തിൽ പങ്കുചേർന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വല്ലത്ത് ശശീന്ദ്രൻ, സെക്രട്ടറി വിനു ചെത്തിക്കാട്ട്, ട്രഷറർ ടി കെ സുകുമാരൻ, വൈസ് പ്രസിഡന്റുമാരായ കെ ആർ ഗോകുലൻ, എൻ കെ മോഹനൻ, ജോയിന്റ് സെക്രട്ടറി ടി പി മോഹൻദാസ്, രക്ഷാധികാരികളായ ഇ ജി ചന്ദ്രബോസ്, എൻ എം ഭാസ്കരൻ, പി കെ ഭരതൻ എന്നിവർ നേതൃത്വം വഹിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ചൂലൂർ അരയമ്പറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് കളമ്പാട്ട് നടന്നു. 1-ാം ദിവസം രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കണ്ണുമുത്തപ്പന് രൂപക്കളം, വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, രാത്രി കർണയയക്ഷിക്ക് രൂപക്കളവും നടന്നു. 2-ാം ദിവസം രാവിലെ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം ശാന്തി ദിനേശ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് AP സദാനന്ദൻ, സെക്രട്ടറി പ്രദീപ് AG, ട്രഷറർ അനീഷ് AS, രക്ഷാധികാരി സത്യദേവൻ AK എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 28-നാണ് ക്ഷേത്ര മഹോത്സവം. മലരടിക്ക് വലതുപാകെ വന്നിച്ചുകൊണ്ട് ദൈവങ്ങളും കേള്, അനിലമനിലം കേള്, അനിലമതത്തിനുൽഭവം കേള്, ഉത്ഭവത്തി ചൊല്ലുവാൻ എതിർപ്പാൻ തഴമ്പ് കുഴമ്പ് തന്മാറിൽ പൂണുനൂല് കരങ്ങൾ അഞ്ചു വെച്ചോ, ഒരു മണിവിളക്ക് വിരിച്ചോ, ഒരു പൂവാടയിൽ അരയമ്പറമ്പിലെന്നാഥൻ തറവാട്ടിലെ കണ്ണുവന്ന മടപതി മുത്തപ്പൻ ഇന്നിട്ട മണ്ഡപം കയ്യേൽക്കുവാനും കാലർ 3/4 നാഴിക വൈകാതെ എഴുന്നള്ളി വരുവാൻ കാലമാകുന്നു. മൂലാണ്ട മൂലപാരം വരെ ഒരു കാലത്ത് കേട്ടുകൊണ്ടാതിന്റെ പാർവതി മാതാവിൽ വ്യാഴവട്ട 10 കാലമായി മുടങ്ങി കിടക്കുന്ന പള്ളി വെട്ടവനായ കൊന്നുവെട്ടി കഥമുടിച്ചേ മതിയാകുന്നു എന്നും കാലം ചെയ്യുന്നു. ഒരു നേരത്തിലോ ആയതിനെ കേട്ട പാർവതി മാതാവൻ ചെയ്യുന്നു. കേട്ടുകൊണ്ടാകിന്റെ അച്ഛാപരമേശ്വര ആയതുകൊണ്ട് നിങ്ങൾ താഴ്മയിലും തനിമയിലും ഉണ്മയിലും ഒന്നും പോകവേണ്ട. മലബാർ ദേവസ്വം ബോർഡ് തൃത്തല്ലൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഗിരീഷ് മാത്തുക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. സുരേഷ് മഠത്തിൽ, ശാന്തി ബാസി, എക്സിക്യൂട്ടീവ് ഓഫീസർ RS രഞ്ജിത്ത്, പ്രവീൺ ചെറുകര, സരിത ഗണേഷ്, AR വാസു, MP ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. സംഭാവനയായിട്ടോ അല്ലെങ്കിൽ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടി വരിക. അത് വലിയ തുകയാണ്. നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ 50 ലക്ഷം അതിൽ കൂടുതലൊക്കെ വരും. നമ്മളിപ്പോൾ അതിന് വേണ്ടി കാണിപ്പയ്യൂരിനെ കൊണ്ടുവന്ന് ആൾ നോക്കി അതിൻ്റെ പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ദേവസ്വത്തിൻ്റെ ഒരു എഞ്ചിനീയർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അയാൾ ഏകദേശം അടുത്ത ദിവസം അടുത്ത ആഴ്ചയിൽ തന്നെ അതിൻ്റെ ഒരു ഏകദേശ എസ്റ്റിമേറ്റ് നമുക്ക് തരും. എങ്കിൽ അത് തന്നാൽ മാത്രമാണ് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണയിലെത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ശ്രീശൈലം ഓഡിറ്റോറിയം, അത് നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പൈസ നമ്മൾ കടമായി വാങ്ങിക്കുകയോ അത് അവർക്ക് പൈസ കൊടുക്കാവുന്ന രീതിയിൽ കടമായി വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതല്ലാതെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീശൈലത്തിൻ്റെ ഫണ്ടിലൊന്നും അത്ര വലിയ തുക നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അതൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ മറ്റു ക്ഷേത്രങ്ങൾ നമുക്ക് പൈസ തരാൻ തയ്യാറാവണം. അത് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അവർക്കുള്ള ആ ഷുവർട്ടിയും കൂടി അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ തരുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ഥിരമായ വരുമാനമുണ്ട്. മറ്റു ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ വരുമാനമാണ്. നമ്മളെ സംബന്ധിച്ച് ശ്രീശൈലത്തിൽ ഇത്ര രൂപ സ്ഥിരമായിട്ട് വാടക കിട്ടുന്നുള്ളത് കൊണ്ട് നമുക്ക് തിരിച്ച് ഇത്ര രൂപ വെച്ച് കൊടുക്കാവുന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അസിസ്റ്റന്റ് കമ്മീഷണർ നമ്മുടെ ഓഫീസറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന ക്ഷേത്രങ്ങളിൽ പൈസ ഉണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങിച്ച് നമുക്ക് ഇതിന്റെ പണി നടത്താമെന്നൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ 2ാമത്തെ രക്തദാന ക്യാമ്പ് നടത്തി.
നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിൽ രക്തത്തിന്റെ ദൗർലഭ്യം ഉണ്ടെന്നറിഞ്ഞ് അവരുടെ അപേക്ഷ പ്രകാരമാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ 75 യൂണിറ്റ് ബ്ലഡ് സമാഹരിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ജയ ബിനി GSB, ഹെഡ്മിസ്ട്രസ് മിനിജ R വിജയൻ, സീനിയർ അസിസ്റ്റന്റ് KR രഘുരാമൻ, ഷൈജ EB, NSS ലീഡർമാരായ ദേവദർശൻ KU, ശിവനന്ദ EH എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ രാഹുൽ R, നന്ദിത ഇന്ദുനേഷ്, ബ്ലഡ് ബാങ്ക് കൗൺസിലറായ സോമി PD തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല NSS കോർഡിനേറ്റർക്കുള്ള അവാർഡ് വാങ്ങിയ ശാൽപ ടീച്ചറുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് NSS യൂണിറ്റ് ഇവിടെ നടത്തി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിക പഞ്ചായത്തിൽ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ജപ്തി നേരിട്ടവർക്ക് ജപ്തിയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കാനും എല്ലാം ശാൽപ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഈ കുഞ്ഞുമക്കള് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് അധ്വാനിച്ചുകൊണ്ട് തന്നെ ഒരു വീട് പണിയുമ്പോഴൊക്കെ അവര് അവിടേക്ക് വേണ്ട കല്ലും മണ്ണും എല്ലാം എത്തിച്ചുകൊണ്ടും ഒക്കെ അധ്വാനിച്ചുകൊണ്ട് തന്നെ ബിരിയാണി ചാലഞ്ച് അതുപോലെ ഓരോ ചാലഞ്ചുകളും നടത്തിക്കൊണ്ടൊക്കെ നിരവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ NSS ഡിസംബറിൽ നടന്ന ക്യാമ്പില് അവരെ കൊണ്ടുപോയി ഞാൻ അതുപോലെ പെട്ടകടിയിലും വന്ന് പങ്കെടുത്തിരുന്നു. മണ്ണും മനുഷ്യരും എന്നുള്ള പരിപാടിയാണ്, മണ്ണിനെ കുറിച്ച് അറിയാനായിട്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും അവര് പ്രാപ്തരാക്കിയെടുക്കാൻ വേണ്ടി NSS എന്താണ്, NSS എങ്ങനെയായിരിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് ശാൽപ ടീച്ചറുടെ നേതൃത്വത്തിൽ നല്ലൊരു NSS യൂണിറ്റാണ് ഇവിടെ ഉള്ളത്. ജോയിന്റ് കൗൺസിൽ നാട്ടിക മേഖലാ സമ്മേളനം നാട്ടിക സൊസൈറ്റി ഹാളിൽ ചേർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PA ദിനേശ് അധ്യക്ഷനായി. സംഘടനാ റിപ്പോർട്ട് ജില്ലാ ട്രഷറർ VR സുജീഷ് കുമാർ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VJ മെർലി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി സുധി TS പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ദിവ്യ KM വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബിജോയ് VR, മനോജ് KR എന്നിവർ സംസാരിച്ചു. പുതിയ മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് അനൂപ് സോമൻ, വൈസ് പ്രസിഡന്റുമാർ VR ബിജോയ്, വിഷ്ണുബാൽ, സെക്രട്ടറി സുധി TS, ജോയിന്റ് സെക്രട്ടറിമാർ മനോജ് KR, ദീപു TV, ട്രഷറർ തസ്നി അസീസ് എന്നിവരെ തെരഞ്ഞെടുത്തു. തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഈ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥയും സൂചിപ്പിക്കാനുള്ളത്. ഈ തൊഴിൽ നിയമങ്ങളിൽ ഇവിടെ തൊഴിലാളിയുടെ സുരക്ഷയെക്കുറിച്ച് ഒന്നും പറയുന്നത് മാത്രമല്ല, മുതലാളിയെ എങ്ങനെയെല്ലാം തന്നെ സംരക്ഷിക്കാം, മുതലാളിയെ എങ്ങനെയെല്ലാം തന്നെ ചേർത്ത് പിടിക്കാം, അത്തരത്തിലുള്ള നയങ്ങൾ മാത്രം രൂപം കൊണ്ട ഒരു നിയമസംഹിതയായി രാജ്യത്തിലെ തൊഴിൽ നിയമങ്ങൾ മാറുന്നു. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ നയങ്ങളിൽ നിന്ന് 42 തൊഴിൽ നിയമങ്ങൾ വരുന്ന 13 നയങ്ങളുള്ള ഒരു 4 സംഹിതകളായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ സാഹചര്യം. അത്തരത്തിലുള്ള തൊഴിൽ നയപരിപാടിയുമായി ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് പോകുന്നത്. അത് മാത്രമല്ലല്ലോ, ഈ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ സാധാരണക്കാരായുള്ള വിദ്യാഭ്യാസം, ആ പൊതുവിദ്യാഭ്യാസം രാജ്യത്തിന്റെ സാധാരണക്കാരന്റെ കുടുംബങ്ങളിൽ കുട്ടികളുടെ അവകാശമാണ്. എന്നാൽ അവകാശത്തെ ഹരിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസം ഇല്ലായ്മ ചെയ്യുന്നു. രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എഡ്യു ഫെസ്റ്റ് 2026 ആഘോഷിച്ചു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വ്യത്യസ്തമാർന്ന മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പഠന പ്രോത്സാഹന പദ്ധതിയോടനുബന്ധിച്ച് പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച LKG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ 1500 പരം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിച്ചു. അതോടൊപ്പം വിദ്യാലയത്തിന്റെ 112ാമത് വാർഷികാഘോഷവും അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ സമ്മാന വിതരണം നടത്തി. വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും അവർക്കുള്ള ആദരവും നൽകി. പ്രിൻസിപ്പൽ സിന്ധു PS ജിത്ത്, താരാബാബു, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, അശ്വതി ഷൺജിത്ത്, VS ശോഭ, സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ്, വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ സിന്ധു S, KV അമ്പിളി, EP സിന്ധുമോൾ, MN ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കഴിമ്പ്രം എന്നാണ്. മാത്രമല്ല ഈ സ്കൂളും ധർമ്മവിലാസ സ്കൂളൊക്കെ ഒരൊറ്റ മാനേജ്മെൻറ്റിൻ്റെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കീഴിലായിരുന്നു. ഗോപാലൻ മാസ്റ്ററായിരുന്നു, പാലിപ്പറമ്പിൽ ഗോപാലൻ മാസ്റ്ററായിരുന്നു സ്കൂളിൻ്റെ മാനേജർ. അപ്പോൾ ആ സ്കൂളിൻ്റെ
ധർമ്മവിലാസം സ്കൂളിലെ LP സ്കൂൾ ക്ലാസ്സിലെ ഒരു അധ്യാപികയായിരുന്നു എൻ്റെ അമ്മ. അത് മാത്രമല്ല, ഞാൻ പഠിച്ചതൊക്കെ ധർമ്മവിലാസ സ്കൂളിൽ നിന്നാണ് ഞാൻ എന്നെ തുടങ്ങുന്നത്. 4ാം ക്ലാസ് വരെ ധർമ്മവിലാസ സ്കൂളിൽ പഠിക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഞാൻ ഈ നാട്ടുകാരനാണെങ്കിൽ കഴിമ്പ്രമായിട്ട് തന്നെ ഉള്ള അടുപ്പം എൻ്റെ വളരെ വളരെ അഗാധമായ താഴ്ചയിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നതാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനാണ് പറഞ്ഞത്. പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമല്ല. ആ പ്രബുദ്ധത എന്നതിന് വലിയ വ്യാപ്തിയുണ്ട്. ആ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. ഈ സ്കൂളിനെ വളരെ വലുതാക്കിയ ആളുകൾ ശ്രീ താരാനന്ദൻ മാസ്റ്റർ തുടങ്ങി സേവിയൻ മാസ്റ്റർ, സേവിയാഭിരാമൻ മാസ്റ്റർ തുടങ്ങി ഇവിടെയുള്ള ഇതുവരെയുള്ള പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും അടക്കം അതുപോലെ തന്നെ അധ്യാപകർ. കാഴ്ച പരിമിതരുടെയും ഭിന്നശേഷിക്കാരുടെയും കൂട്ടായ്മ നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ലൂയി ബ്രെയിൽ ദിനാചരണ സമാപന പരിപാടികളുടെ ഉദ്ഘാടനം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. ചാരിറ്റബിൾ സെക്രട്ടറി KS വിനോദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ CB സുനിൽകുമാർ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെഫീന ഷബീർ അലി, PM ഷാജു, റെജീന രാജു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BA ഷാജുദ്ദീൻ, PM ലൈല, ജോർജ് D ദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾക്ക് സഹായ ഉപകരണങ്ങളും ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തു. ഇന്ന് നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സമാപന പരിപാടികളാണ് ആഴ്ചയിലവരുടെ ലോകം നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടേറിയ ഒരു ലോകമാണ്. പക്ഷെ ആദ്യം സൂചിപ്പിച്ച പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെയൊക്കെ പൊരുത്തിച്ചൊളിപ്പിച്ച ഒരുപാട് പേര്. പക്ഷെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊന്നും പോകണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ഈ വൈദ്യരെയൊക്കെ പൊരുതി തോൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിലുള്ള ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ഈ പ്രശ്നങ്ങളെല്ലാം പൊരുതി തോൽപ്പിച്ച് മുന്നോട്ട് വന്നവരാണ്. അതിനായി നിങ്ങളുടെ ഈ മനോഭാവത്തെ ഞാൻ എന്തായാലും ഒരു സെലൂട്ട് നൽകുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടശങ്കടവ് പാലത്തിലെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദുരിതമായി. നാട്ടിക MLA ജനവഞ്ചനയ്ക്കെതിരെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ കുറ്റവിചാരണ യാത്ര അന്തിക്കാട് സെന്ററിൽ സമാപിച്ചു. വള്ളൂർ ആലുംതാഴം മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.